ഓക്കെ, നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് ഇൻഫർമേഷൻ ഡിസ്ക്ലോയർ സെർവർ സൈഡ് ടോപ്പിക്കായിരുന്നു നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, അപ്പം നമുക്ക് ഇനി നോക്കാനുള്ളത് ഇൻഫർമേഷൻ ഡിസ്ക്ലോഷർ എന്ന് പറഞ്ഞ ടോപ്പിക്കാണ് കേട്ടോ. ഓക്കെ, എന്തായിരിക്കും ഇൻഫർമേഷൻ ഡിസ്ക്ലോഷർ? ആ പേര് തന്നെയുണ്ട്, ഇൻഫർമേഷൻ ഡിസ്ക്ലോഷർ അല്ലേ. അതായത് നമ്മുടെ ഇൻഫോർമേഷൻ പബ്ലിക്കായിട്ട് അവൈലബിൾ ആകുന്ന ഡിസ്ക്ലോഷർ ചെയ്ത് കിടക്കുന്നതിനെയാണ് നമ്മൾ ഇൻഫർമേഷൻ ഡിസ്ക്ലോഷർ എന്ന് പറയുന്നത് അല്ലേ. ഓക്കെ, അങ്ങനെ ഒരു വൾണറബിലിറ്റി ഉണ്ട്. ഇൻഫർമേഷൻ ഡിസ്ക്ലോഷർ എന്ന് പറഞ്ഞാൽ വൾണറബിലിറ്റി ഉണ്ട്. അതായത് ഇപ്പം നമ്മുടെ യൂസറിൻ്റെ ക്രെഡൻഷ്യൽസ്, ഇപ്പം പേര് ഡീറ്റെയിൽസ്, ഒരു പേഴ്സണൽ ഡീറ്റെയിൽസ് ആകാം, അല്ലെങ്കിൽ ബാങ്ക് ഡീറ്റെയിൽസ് ആകാം, അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസ്, ഡെബിറ്റ് കാർഡ് ഡീറ്റെയിൽസ്, ഇതൊക്കെ ഡിസ്ക്ലോഷർ ആയിട്ടുണ്ടെങ്കിൽ, ഈ പറഞ്ഞ ഇൻഫർമേഷൻസ് ഡിസ്ക്ലോഷറായി കിടപ്പുണ്ടെങ്കിൽ അത് ഇവൻ ഒരു അറ്റാക്കർക്ക് പെട്ടെന്ന് തന്നെ സ്റ്റീൽ ചെയ്തുകൊണ്ട് പോകാനുള്ളതുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള വൾണറബിലിറ്റീസ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇങ്ങനെ ഈ ഇൻഫർമേഷൻ ഡിസ്ക്ലോഷർ തന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വൾണറബിലിറ്റിയാണ് കേട്ടോ. ഓക്കെ, എന്താണ് ബേസ്ഡ് ഓൺ ഇൻഫർമേഷൻ ഡിസ്ക്ലോഷർ ഹൗ യു ക്യാൻ ഫൈൻഡ് എക്സ്പ്ലോയിറ്റ് them. ഓക്കെ, യാ, ഒരു ഇമേജ് ഇവിടെ കിടപ്പുണ്ട് കേട്ടോ. ഡീറ്റെയിൽസ് നമ്മൾ സ്റ്റീൽ ചെയ്തുകൊണ്ട് ഇൻഫർമേഷൻ എബൌട്ട്, ഇപ്പം ആ സെർവറിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആകാം, അല്ലെങ്കിൽ എന്താ ലാംഗ്വേജിൻ്റെ, ഇപ്പം അതിനകത്ത് ഏത് ലാംഗ്വേജാണ് യൂസ് ചെയ്യുന്നത്, അതിൻ്റെ വേർഷൻസ് ഏതാണ്, ഈ പറഞ്ഞ ഡീറ്റെയിൽസൊക്കെ ഡിസ്ക്ലോഷറായി കിടന്നിരിക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അറ്റാക്കേഴ്സിന് കുറച്ചും കൂടെ പെട്ടെന്ന് തന്നെ അതിനെ കോംപ്രമൈസ് ചെയ്യാനുള്ള ഒരു പാത്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. എന്താണ് ഇൻഫർമേഷൻ ഡിസ്ക്ലോഷർ എന്ന് ഇവിടെ തന്നെ പറയുന്നുണ്ട്. ഇൻഫർമേഷൻ ഡിസ്ക്ലോഷർ ഓൺ ആസ് ഇൻഫർമേഷൻ ലീക്കേജ്, അതായത് ഇൻഫർമേഷൻ ലീക്കേജ്. ഓക്കെ, when a website unintentionally reveals sensitive information to its user, depending on the context, website may leak all kind of information to a potential attacker. ഓക്കെ, അതാണ് അവിടെ പറയുന്നത്. അപ്പം എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് ഇതുപോലെ ഡിസ്ക്ലോഷറായി ലീക്കേജ് വരുന്നതെന്ന് പറഞ്ഞാൽ, ഡേറ്റ അബൌട്ട് അതർ യൂസേഴ്സ്, അപ്പോൾ വേറെ ഏതെങ്കിലും യൂസേഴ്സിൻ്റെ ഡീറ്റെയിൽസ് അയക്കാം, ഡേറ്റാസ് അയക്കാം, സച്ച് യൂസർ നെയിമോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻഫോർമേഷനോ ആയിരിക്കാം, അല്ലെങ്കിൽ സെൻസിറ്റീവ് കൊമേഴ്ഷ്യൽ ഓർ ബിസിനസ് ഡേറ്റ ആയിരിക്കും, അല്ലെങ്കിൽ ടെക്നിക്കൽ ഡീറ്റെയിൽസ് അബൌട്ട് വെബ്സൈറ്റ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ കേട്ടോ. അതായത് ഇപ്പം ഞാൻ പറഞ്ഞു, അതായത് ആ വെബ്സൈറ്റിൻ്റെ സെർവർ ഏതാണ്, അല്ലെങ്കിൽ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് ഏതാണ്, ഇതൊക്കെ പുറത്തെ ഡിസ്ക്ലോഷറായി കിടന്നു കഴിഞ്ഞാൽ അത് ബേസ് ചെയ്ത് നമുക്ക് അറ്റാക്ക് ചെയ്യാൻ എളുപ്പമായിരിക്കും കേട്ടോ. ഓക്കെ, അതാണ് ഇൻഫർമേഷൻ. ഇത് കറക്റ്റായിട്ട് പറയുന്നത്, റിവീൽ സെൻസിറ്റീവ് ഇൻഫർമേഷൻ ടു ഇറ്റ്സ് യൂസേഴ്സിൻ്റെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷൻ റിവീലായി പോകുന്ന, അതായത് ഡിസ്ക്ലോഷർ ചെയ്ത് കിടക്കുന്നതിനാണ് നമ്മൾ ഇൻഫർമേഷൻ ഡിസ്ക്ലോഷർ വൾണറബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഡേഞ്ചർ ടു ലീക്കേജ് ഓഫ് സെൻസിറ്റീവ് യൂസേഴ്സ് or business data are cleverly obvious, but disclosing in technical information, okay, on some of the information uses. Okay, occasionally sensitive information might be carelessly leaked. Sensitive information might be carelessly leaked to users who are simply browsing the website in a normal fashion. More commonly, however, an attacker needs to elicit the information disclosure by interacting the website in unexpected or malicious way. They will then carefully study the website response to try and information behavior. ഓക്കെ, ഇപ്പം നമ്മൾ മാൻ ഇൻ ദ മിഡിൽ അറ്റാക്ക്, MIT പോലത്തെ അറ്റാക്സുകളൊക്കെ, MITM പോലത്തെ അറ്റാക്സുകളൊക്കെ നടത്തുന്ന സമയത്ത് ഇപ്പം ക്രെഡൻഷ്യൽസ് ഡീറ്റെയിൽസ് റിവീലായി കിടപ്പുണ്ടെങ്കിൽ അറ്റാക്കേഴ്സിന് അത് ആ ക്രെഡൻഷ്യൽസ് യൂസ് ചെയ്ത്, ഇപ്പം നമുക്ക് നമ്മുടെ ഫേസ്ബുക്ക് കാണാം, അല്ലെങ്കിൽ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം പോലത്തെ അക്കൗണ്ട്സിൻ്റെ ഡീറ്റെയിൽസ് ഇപ്പോൾ പബ്ലിക്കായിട്ട് ഇപ്പം ഇൻഫർമേഷൻ ഡിസ്ക്ലോഷറായി പോയിട്ടുണ്ടെങ്കിൽ അത് യൂസ് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ ഈ ഡീറ്റെയിൽസ് ആ ഒരു യൂസറിൻ്റെ അക്കൗണ്ട് നമുക്ക് ടേക്കൺ ഓവർ ചെയ്യാൻ പറ്റും. ഓക്കെ, അതുപോലുള്ള ഇഷ്യൂസൊക്കെയാണ് നമ്മൾ കാണുന്നത് കേട്ടോ, മെയിനായിട്ട് ഇവിടെ വരുന്നത്. പിന്നെ എക്സാമ്പിൾസ് ഓഫ് ഇൻഫർമേഷൻ ഡിസ്ക്ലോഷറാണ് പറയുന്നത്. അത് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് റോബോട്ടോ.txt എന്ന് പറയുന്നത്. റോബോട്ടോ.txtക്കകത്താണ് ഈ പറഞ്ഞ ഹിഡൻ ഫയൽസുകൾ അല്ലെങ്കിൽ ഫയൽ പാത്തുകൾ കാണാൻ പറ്റുമെന്ന് പറഞ്ഞത്. അപ്പം ഇതിനകത്ത് ചില ഹിഡൻ ഡയറക്ടറീസ് റിവീൽ ചെയ്ത് കിടക്കുന്നത് കാണാൻ പറ്റും. അപ്പം അഡ്മിൻ പേജ്, അല്ലെങ്കിൽ അഡ്മിൻ ലോഗിൻ പേജ്, ഓക്കെ, login.php അതുപോലത്തെ, അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറേ പേജസുകൾ മീൻസ് ഹിഡൻ ആയിട്ട് വെക്കേണ്ട ഡയറക്ടറീസ് അതിൽ പബ്ലിക്കായിട്ട് കിടന്നിരിക്കുക. അപ്പം അലോ ചെയ്ത് കിടക്കുന്ന ഡിസലോ എന്നായിരിക്കും കിടക്കുന്നത്, പക്ഷേ അത് അലോഡ് ആയിരിക്കും ചിലപ്പം. ഓക്കെ, അങ്ങനെയുള്ള ഇഷ്യൂസൊക്കെ വരുമ്പോഴാണ് ഇൻഫർമേഷൻ ഡിസ്ക്ലോഷറിൽ ഇത് എടുത്താന്നാണ് കേട്ടോ. പിന്നെ പ്രൊവൈഡിങ് ആക്സസ് ടു ദ സോഴ്സ് കോഡ് ഫയൽ ടെമ്പററി ബാക്കപ്പ്
ഫയലിൽ നിന്ന് എടുക്കുന്ന രീതി. ഡേറ്റാബേസ് അത് എക്സ്പ്ലിസിറ്റ്ലി മെൻഷൻ ഡേറ്റാബേസ് ടേബിൾ കോളം, അത് ഡേറ്റാബേസിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയുന്നു. അതുപോലെ API കീസ്, IP അഡ്രസ്സിനെ കുറിച്ചുള്ള ഡേറ്റ ക്രെഡൻഷ്യൽസ്, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഇൻഫർമേഷൻ ഡിസ്ക്ലോഷറായി കിടക്കുന്നതിനാണ് ഇൻഫർമേഷൻ ഡിസ്ക്ലോഷർ എന്ന്. ഓക്കെ, ഇത് എന്തുകൊണ്ടാണ് ഇൻഫർമേഷൻ ഡിസ്ക്ലോഷർ ഉണ്ടാകാൻ കാരണം? അതായത് ഫെയിൽ ടു റിമൂവ് ഇൻറ്റേർണൽ കണ്ടൻറ്റ് ഫ്രം ദ പബ്ലിക് കണ്ടൻറ്റ്. ഫോർ എക്സാമ്പിൾ, കമൻറ്റ് ഓൺ എ മാർക്കപ്പ് സം വിസിബിൾ ടു യൂസേഴ്സ് ടു പ്രൊഡക്ഷൻ എൻവയോൺമെൻറ്റ്. ഓക്കെ, ഇൻസെക്യൂർ കോൺഫിഗറേഷൻ കൊണ്ടുണ്ടാകാം. അതുപോലെ തന്നെ ഫ്ലോ ഡിസൈൻ ഉണ്ടാകുന്ന ഇഷ്യൂസ് ഉണ്ടാകും, ബിഹേവിയർ ഓഫ് ആപ്ലിക്കേഷനൊക്കെ പറയുന്നുണ്ട്. ഇനി ഇമ്പാക്റ്റ് എന്താണെന്ന് പറയുന്നുണ്ട്. ഇൻഫർമേഷൻ ഡിസ്ക്ലോഷർ വൾനറബിലിറ്റീസ് ക്യാൻ ഹാവ് ബോത്ത് ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ്. ഡയറക്റ്റ്ലി നമുക്ക് അഫക്റ്റ് ചെയ്യാം, ഇൻഡയറക്റ്റ്ലി ഇതിനെ നമുക്ക് അഫക്റ്റ് ചെയ്യും കേട്ടോ. ഈ ഇൻഫർമേഷൻ ഡിസ്ക്ലോഷർ വൾനറബിലിറ്റി ഡിപ്പെൻഡ് അപ്പോൺ ദ വെബ്സൈറ്റ്. ഓക്കെ, ഇൻഫർമേഷൻ in some case sensitive information alone have a high impact to the affected parties. Online shopping leaking its okay, ഇവിടെ എക്സാമ്പിൾ ഇവിടെ പറയുന്നുണ്ട്. ആൻ ഓൺലൈൻ ഷോപ്പിംഗ് ലീക്കിംഗ് ഇറ്റ്സ് കസ്റ്റമേഴ്സ് ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസ് ഇസ് ലൈക്ക് ഹെവി ഹാവ് സിവിയർ കോൺസിക്വൻസ്. അതൊക്കെ അതിന് ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസൊക്കെ എക്സ്പോസ്ഡ് ആയി കിടക്കുകയാണെങ്കിൽ അത് വലിയൊരു ഹൈ ഇമ്പാക്റ്റ് ഉള്ള ഒരു ഏരിയാസാണ് കേട്ടോ. അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും എക്സാമ്പിൾ പറയുന്നത്, അനദർ ഹാൻഡ് ലീക്കിംഗ് ടെക്നിക്കൽ ഇൻഫർമേഷൻ സച്ച് ആസ് ഡയറക്ടറി സ്ട്രക്ചർ ഓർ തേർഡ് പാർട്ടി ഫ്രെയിംവർക്ക് ആർ യൂസിങ് ഹാവ് ലിറ്റിൽ നോ ഇൻഡയറക്റ്റ് ഇമ്പാക്റ്റ്. ഓക്കെ, ഇതിലെ ഡയറക്റ്റ് ഇമ്പാക്റ്റ് ഉണ്ടാകുന്നില്ല. ഈ ടെക്നിക്കൽ ഇഷ്യൂസ് ഉണ്ടാകുമ്പം ഞാനിപ്പോൾ പറഞ്ഞല്ലോ, നമ്മളിപ്പം ഏത് ഫ്രെയിംവർക്കാണ് യൂസ് ചെയ്യുന്നത്, അതിൻ്റെ വേർഷൻസ് അല്ലെങ്കിൽ ഏത് സെർവറാണ് അതിൻ്റെ വേർഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ, എക്സ്പോസ്ഡ് ആയി കിടപ്പുണ്ടെങ്കിൽ നമുക്ക് അറ്റാക്കർക്ക് വേണമെങ്കിൽ ആ ഒരു വേർഷൻ്റെ വൾനറബിലിറ്റീസ് കണ്ടുപിടിച്ചിട്ട് ആ ഒരു ഇതിനെ ബൈപ്പാസ് ചെയ്യാൻ അല്ലെങ്കിൽ അറ്റാക്ക് കോംപ്രമൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലോട്ട് മാറ്റാം. ഓക്കെ, ചെയ്യാൻ പറ്റും. ഓക്കെ, അതുമാണ് ഇൻഡയറക്റ്റ് എന്ന് പറയുന്നത്. അതായത് ഡയറക്റ്റായിട്ട് നമുക്ക് അഫക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ട് അഫക്റ്റ് ചെയ്യുന്ന ഇതാണ് കേട്ടോ. ഓക്കെ, എങ്ങനെയാണ് ഇതിനെ പ്രിവെൻറ്റ് ചെയ്യണമെന്നും പറയുന്നുണ്ട്. ഓക്കെ, മേക്ക് ഷുവർ ദാറ്റ് വെരി ഇൻവോൾവ് ഇൻ ദ പ്രൊഡക്ഷൻ വെബ്സൈറ്റ് ഫുള്ളി അവെയർ ഓഫ് വാട്ട് ഇൻഫർമേഷൻ ഇസ് കോൺസിക്വൻറ്റ് സെൻസിറ്റീവ്. എന്തൊക്കെ ഇൻഫർമേഷൻ സെൻസിറ്റീവ് ആയിരിക്കണം, ഇതെല്ലാം കറക്റ്റായിട്ട് അറിഞ്ഞ് അതനുസരിച്ചുള്ള രീതിയിലായിരിക്കണം കോഡിങ്ങും കാര്യങ്ങളൊക്കെ വേണ്ടത്. പിന്നെ ഓഡിറ്റ് എനി കോഡ് ഫോർ പൊട്ടൻഷ്യൽ ഇൻഫർമേഷൻ ഡിസ്ക്ലോഷർ ആസ് പാർട്ട് ഓഫ് യുവർ QA ഓർ ബിൽഡ് പ്രോസസ്. ഓക്കെ, QAയിലൊക്കെ ചെയ്യുന്ന സമയത്ത് പോലെ നമ്മൾ നോക്കണം, കറക്റ്റായിട്ട് ഓഡിറ്റ് ചെയ്യണം. അതായത് എന്തെങ്കിലും ഇൻഫർമേഷൻസ് പോയിട്ടുണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. പിന്നെ ജനറിക് എറർ മെസ്സേജ് ഫോർ പോസിബിൾസ് ഡോണ്ട് പ്രൊവൈഡ് അറ്റാക്കേഴ്സ് വിത്ത് ക്ലൂസ് അബൌട്ട്. ഓക്കെ, അതായത് ക്ലൂസ് കൊടുക്കാത്ത രീതിയിലുള്ള, ഇതിപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇപ്പം നമ്മൾ കോമൺ ആയിട്ട് നോക്കുവാണെങ്കിൽ /admin എന്ന് പറഞ്ഞായിരിക്കും കോമൺ ആയിട്ട് കൊടുക്കുക. അല്ല, അപ്പോൾ അഡ്മിന് പിന്നെ വേറെ ഏതെങ്കിലും ഒരു പേര് കൊടുത്തിട്ട് അത് അഡ്മിൻ പേജ് കൊടുക്കുവാണെങ്കിൽ നമുക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അതുപോലുള്ള രീതിയിലൊക്കെ കൊണ്ടുവരാനാണ് പറയുന്നത്. ഡബിൾ ചെക്കിങ് ദ ഡീബഗിങ് ആൻഡ് ഡിസേബിളിങ് പ്രൊഡക്ഷൻ എൻവയോൺമെൻറ്റ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് ഈ ഒരു ഏരിയയിൽ പറയുന്നത് കേട്ടോ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത വീഡിയോയിൽ നമുക്ക് ഇൻഫർമേഷൻ ഡിസ്ക്ലോഷറിൻ്റെ ലാബ്സുകൾ ചെയ്യാം. ഓക്കെ.